സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് കുടൽ പുണ്ണ്, അൾസർ. അസിഡിറ്റി ഫോം ചെയ്ത് അൾസറും കുടൽ പുണ്ണും ഒക്കെ ഉണ്ടാകുക, വായിലൊക്കെ പുണ്ണ് വരിക ഒക്കെ. അതിന് വളരെ നല്ല ഒരു ഔഷധമാണ് പറഞ്ഞു തരുന്നത്. ഒരു പൈനാപ്പിൾ മതി. ഒരു പൈനാപ്പിൾ തോല് ചെത്തി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ചില്ലുഭരണിയിലിട്ട് കുറച്ച് പഞ്ചസാര ഇടുക, വീണ്ടും ചില്ലുഭരണിയിൽ കുറച്ചുകൂടി ഇടുക, പൈനാപ്പിൾ മുറിച്ചത്, പഞ്ചസാര ഇടുക, അങ്ങനെ ലെയറായിട്ട് മൂടിക്കെട്ടി വെക്കുക 21 ദിവസം. 21 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മേളിലൊരു ഫംഗസ് പോലെ വരും, അതങ്ങ് കളയുക. 2 കഷ്ണം പൈനാപ്പിളിൻ്റെ കഷ്ണവും ഇച്ചിരി വെള്ളവും കൂടെ കൂടി എടുത്ത് കഴിക്കുക, ചവച്ച് തിന്നുക. അത്താഴം കൂടി കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് പതിവാക്കിക്കേ. ഒരു ഭരണി തുടങ്ങുമ്പോൾ അടുത്ത ചെറിയൊരു ഭരണി, ഒരുപാട് വലിയ ഭരണിയിൽ ഇട്ട് വെക്കരുത്, ചെറിയൊരു ഭരണി ഇട്ട് വെക്കുക. അത് കഴിയുമ്പോൾ അടുത്ത ഭരണി തുടങ്ങുമ്പോൾ അടുത്ത ഭരണി ഇട്ട് വെക്കുക. കണ്ടിന്യൂസ് ആയിട്ടാണ് കഴിച്ചോളൂ. ഒത്തിരി ആളുകൾ ഗൾഫിലും ഒക്കെ ആയിട്ട് എനിക്ക് കഴിക്കുന്നവരുണ്ട്. അവരുടെ ആ നല്ല അറിവുകളും അനുഭവങ്ങളുമാണ് ഞാനിവിടെ ഇന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉലുവാച്ചീരയാണ്. ഉലുവ നന്നായി വിതച്ചാൽ അത് കട്ട് ചെയ്ത് അതിൻ്റെ പുല്ല് തോരനാക്കി കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്, ഷുഗർ വരാതിരിക്കാനായിട്ട്. ഒരു നല്ല ഔഷധച്ചെടി കൂടിയാണ്. അത് ചെയ്യാൻ മറക്കരുത്, ചെയ്യണം. ഇന്നത്തെ ചോദ്യം, കൺകുരുവിന് മാറ്റുവാൻ ഒരു ഔഷധച്ചെടിയുണ്ട്, പറയാമോ? ഗൃഹവൈദ്യ പാഠപുസ്തകത്തിൻ്റെ കാര്യം മറക്കരുത്. അതൊരെണ്ണം വാങ്ങി വെക്കുന്നത്. ഇനി എന്നോട് വോയിസ് ഒന്നും ചോദിക്കേണ്ട, സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെയും വോയിസൊക്കെ നിർത്തിയിട്ട് ആ ഗൃഹവൈദ്യ പാഠപുസ്തകം വാങ്ങി അത് ഉപയോഗിക്കാനായിട്ട് ശീലിക്കണേ. നന്ദി, നമസ്കാരം.